ജീവിക്കുന്ന ഒരു ദൈവത്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് നമ്മളെല്ലാവരും ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം. നമുക്കൊരുമിച്ച് ഈ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒരിക്കൽ കൂടെ അടുത്തു വരുവാൻ ലഭിച്ച അസുലഭ നിമിഷത്തെ ഓർത്ത് കർത്താവിന് നന്ദി കരയറ്റുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യം. ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നവരാണ്. സ്തോത്രം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 20-ാം അധ്യായം പഠന വിഷയമാകുമ്പോൾ യേശു കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു വേദഭാഗമാണ്. എന്നാൽ ഞാൻ വായിച്ച വേദഭാഗത്തിനകത്ത് വളരെ ചിന്തനീയമായ പദങ്ങൾ അന്തർലീനമായിരിക്കുന്നു. ഒന്ന്, ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. ഗോഡ് ഓഫ് ദ ലിവിങ്, ദൈവം ജീവിക്കുന്ന ദൈവമാണ്. മറ്റൊന്ന്, ദൈവം ജീവിക്കുന്നത് കൊണ്ട് എല്ലാവരും ദൈവത്തിനു വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു സന്ദേശം അതിനകത്തുണ്ട്. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചോട്ടെ. ദൈവം ജീവിക്കുന്നത് കൊണ്ട് എല്ലാവരും ദൈവത്തിനു വേണ്ടി ജീവിക്കണം. സ്തോത്രം. ജീവിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരുവചനം വളരെ വ്യക്തമായി പല സന്ദർഭങ്ങളിലും വെളിപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പലരെയും ദൈവം ജീവിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ശക്തിയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടാണ് ഇതിനെ തിരുവചനത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വസ്തുത. അങ്ങനെയെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി മതപരവും രാഷ്ട്രീയവും പൈശാചികവുമായ ശക്തിയെ തകർത്തുകൊണ്ട് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ആ റിസറക്ഷനിൽ സംഭവിച്ചത് മരണത്തിന് പിടിച്ചടക്കുവാൻ കഴിയാത്തൊരു ശക്തി, ഇമ്പീരിയൽ ഗവൺമെന്റിന്റെ മുദ്രയെ തകർത്ത ശക്തി, ആ ദൈവത്തിന്റെ ശക്തി കല്ലറയ്ക്കുള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഉയർപ്പിന്റെ ആ വാർത്ത ലോകം തിരിച്ചറിഞ്ഞു. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ കർത്താവ് ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്: മരണത്തിന് എന്നെ പിടിച്ചടക്കുക അസാധ്യമാണ്. ആ വാക്ക് വളരെ അന്വർത്ഥമായത് യേശു കർത്താവിന്റെ ഉയർപ്പോടുകൂടിയാണ്. അതുകൊണ്ട് ഈ സന്ദേശം ശ്രവിക്കുന്ന സ്നേഹിതരെ, ദൈവത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുവാൻ ആർക്കും, ഉലകത്തിലെ ആർക്കും കഴിയത്തില്ല. പ്രകൃതി ശക്തികൾക്ക് കഴിയത്തില്ല, പൈശാചിക ശക്തികൾക്ക് കഴിയത്തില്ല, ലോകത്തിന്റെ ശക്തികൾക്ക് കഴിയത്തില്ല. എന്നാൽ അവൻ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ജീവിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി അന്നെന്ന പോലെ ഇന്നുമുണ്ട്. ഈ സന്ദേശം കേൾക്കുന്ന സഹോദരങ്ങളെ, മരിച്ചവരെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ ആ ശക്തി ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ ഭാഗമാണ്. നിർജീവത്വത്തിൽ നിന്ന് ജീവൻ വെപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. മരിച്ച ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്ന് ലാസറിനെ പുറത്തു കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ ശക്തിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഈ സന്ദേശം ശ്രവിക്കുന്ന സ്നേഹിതരോട് പറയാം, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്ദേശം നമ്മളെല്ലാവരും ദൈവത്തിനു വേണ്ടി ജീവിക്കണം എന്നുള്ളതാ. ദൈവത്തിനു വേണ്ടി ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ
ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ ശക്തി നാം തിരിച്ചറിയുകയുള്ളൂ. അനുനിമിഷവും ദൈവത്തിന് വേണ്ടി ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ശക്തി നമുക്ക് അനുഭവിക്കുവാൻ പറ്റൂ. ദൈവത്തിന്റെ ശക്തിയിൽ നാം തുടർന്ന് ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മുമ്പിൽ ആ റിസറക്ഷൻ യാഥാർത്ഥ്യമാകത്തുള്ളൂ, പുനരുത്ഥാനത്തിന്റെ ശക്തി യാഥാർത്ഥ്യമാകത്തുള്ളൂ. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ദൈവം ജീവിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ആ ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി നാം ജീവിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ശക്തി നാം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ പറ്റത്തുള്ളൂ. കാലം അതിന്റെ അന്ത്യത്തിങ്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. കാലത്തിന്റെ ഗതിചക്രങ്ങൾ യേശുവിന്റെ വരവ് വിളിച്ചറിയിക്കുന്ന ഈ വേളയിൽ ജീവിക്കുന്ന ഒരു ദൈവത്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് നമ്മളെല്ലാവരും ദൈവത്തിനു വേണ്ടി ജീവിക്കുമെങ്കിൽ നമ്മളിൽ ആ ദൈവത്തിന്റെ ശക്തി തുറന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി ജീവിപ്പാൻ സർവശക്തൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സന്ദേശം അനുഗ്രഹത്തിനായി സമർപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നു.